നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പ്രണയ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. 27 നക്ഷത്രങ്ങളും, അതായത് 12 രാശിയിലും പെട്ട 27 നക്ഷത്രങ്ങൾക്കും ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് ബാധിക്കുക എന്നതിനെ പറ്റിയാണ് പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിക്കാർക്ക് 2024 പ്രണയത്തിൻ്റെ കാര്യത്തിൽ കടുത്ത പരീക്ഷണം നേരിടേണ്ടി വന്നേക്കാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കുറച്ച് സമയത്തേക്ക് വിള്ളലുകൾ ഉണ്ടാകാം. വേർപിരിയാനുള്ള ആഗ്രഹവും ഉണ്ടാകാം. എന്നാൽ അത്തരമൊരു സമയത്ത് ശ്രദ്ധാപൂർവം ചിന്തിച്ച് തീരുമാനം എടുക്കണം. ഈ സമയത്ത് തന്നെ ജീവിതത്തിൽ മറ്റൊരാൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ശ്രദ്ധാപൂർവം ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാവുള്ളൂ. അടുത്തത് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഇടവം രാശിക്കാർക്ക് വരും വർഷത്തിൽ പ്രണയബന്ധത്തിൽ ധാരാളം ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കാം. ചില കാരണങ്ങളാൽ നിങ്ങളുടെ ബന്ധത്തിൽ പിരിമുറുക്കം വർദ്ധിച്ചേക്കാം. പങ്കാളിയുമായി എല്ലാ വിഷയങ്ങളും തുറന്ന് സംസാരിക്കുകയും ഒരു തരത്തിലും കള്ളം പറയാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ വർഷം പ്രണയജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. കൂടാതെ കുടുംബാംഗങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നേക്കാം. വിവേകത്തോടെ പ്രവർത്തിക്കുക, എല്ലാം ചിന്താപൂർവം ചെയ്യുക. അടുത്തത് മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര, അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ ഭാഗം. പ്രണയബന്ധത്തിൽ ധാരാളം ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കാം. പിരിമുറുക്കം വർദ്ധിച്ചേക്കാം. അതുപോലെ തന്നെ കാര്യങ്ങൾ അല്പസ്വല്പം ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അനാവശ്യമായ വാക്കുതർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കി മുൻപോട്ട് പോകുന്നതായിരിക്കും നന്ന്. അടുത്തത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം ആദ്യ കാൽഭാഗം, അവസാന കാൽഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് പ്രണയത്തിൽ വിജയിക്കുവാൻ സാധിക്കും. പങ്കാളിയെ ആകർഷിക്കുവാൻ സാധിക്കും. പ്രണയബന്ധത്തിൽ പുതിയ ഊർജവും സ്നേഹവും വന്നുചേരും. പങ്കാളിയുമായി ധാരാളം സമയം ചിലവഴിക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ജൂലൈ പകുതിയോടെ ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ അത് മനസ്സിലാക്കി വിവേകത്തോടുകൂടി പ്രവർത്തിക്കുക. അടുത്തത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. പുതുവർഷത്തിൻ്റെ തുടക്കം ചിങ്ങം രാശിക്കാർക്ക് പ്രണയത്തിൻ്റെ കാര്യത്തിൽ അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. പങ്കാളിയിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ വിവേകത്തോടെ പ്രവർത്തിക്കുകയും വളരെ ക്ഷമയോടുകൂടി ബന്ധം സംരക്ഷിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. സെപ്റ്റംബറിന് ശേഷം സ്നേഹബന്ധങ്ങളിൽ പരസ്പര ധാരണയും ഐക്യവും വർദ്ധിക്കും. അടുത്തത് കന്നിരാശിയിൽപ്പെട്ട ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. കന്നിരാശിക്കാർക്ക് 2024 പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാം. വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതിനാൽ പ്രശ്നങ്ങൾ വന്നു ചേരാം. ബന്ധത്തിൽ പിരിമുറുക്കം വർദ്ധിക്കാം. പ്രണയബന്ധത്തിൽ വിള്ളലുകൾ ഈ വർഷം വർദ്ധിച്ചേക്കാം. ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കി എല്ലാ വിഷയങ്ങളും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കണം. മാത്രമല്ല സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാൻ പങ്കാളിക്ക് ഇട നൽകുകയും വേണം. പ്രണയബന്ധങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പരസ്പര ധാരണയും ക്ഷമയും ആവശ്യമാണ്. കന്നിരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വർഷം പ്രണയകാര്യങ്ങൾ. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം,
ചോതി അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് പുതുവർഷത്തിൽ പങ്കാളിയുടെ ഹൃദയം കീഴടക്കുന്നതിൽ വിജയിക്കുവാൻ സാധിക്കും. പരസ്പരം കൈകോർത്ത് സ്നേഹത്തിൻ്റെ പാതയിൽ മുന്നേറും. ശനിയുടെ അനുകൂല സ്ഥാനം കാരണം ഈ വർഷം വിവാഹത്തിന് ശക്തമായ അവസരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ പങ്കാളിയുമായി നല്ല സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പുതിയ ഒരു പരിവർത്തനം അത്ഭുതകരമായ ഘട്ടത്തിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം വളരെയധികം ഐക്യത്തോടുകൂടി പോകാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം അതുപോലെ തന്നെ തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ച് സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ സന്തോഷം നൽകും. എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പങ്കാളിയോടൊപ്പം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. ബന്ധം മുൻപത്തതിനേക്കാൾ കൂടുതൽ പക്വതയുള്ളതായിരിക്കും. അതുപോലെ തന്നെ രണ്ടുപേരും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം പരസ്പരം കൈമാറും. കൂടാതെ തന്നെ നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള ബന്ധം മുൻപത്തേക്കാൾ ദൃഢമാകും. അതുപോലെ നിങ്ങളുടെ പ്രണയത്തെ വിവാഹമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വർഷം അത് സാധിക്കും. പ്രണയവിവാഹം കഴിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു വർഷമായിരിക്കും. അടുത്തത് ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം. വർഷത്തിൻ്റെ ആരംഭത്തിൽ ചൊവ്വയും സൂര്യനും മൂലം ധനുക്കാരുടെ പ്രണയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റാളുകൾ കാരണം ബന്ധത്തിൽ പിരിമുറുക്കം ഗണ്യമായി വർദ്ധിക്കും. ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് അവസാനം വരെയുള്ള കാലയളവ് പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രയാസങ്ങളുടേതായിരിക്കും. അതുപോലെ തന്നെ ശനിയുടെ അശുഭ ദർശനം മൂലം പ്രണയ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള സമയം മികച്ചതായിരിക്കും. ബന്ധം ശക്തമായിരിക്കും. സെപ്റ്റംബറിൽ സന്തോഷം വീണ്ടും തിരികെ വരും. പങ്കാളിയുമായി എവിടെയെങ്കിലും പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ സാധിക്കുന്നതായിരിക്കും. അടുത്തത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ മകരം രാശിക്കാർക്ക് പുതുവർഷത്തിൻ്റെ തുടക്കം ഗുണകരമായിരിക്കും. മാർച്ച് മാസത്തിൽ പങ്കാളിയോടൊപ്പം യാത്രകളും മറ്റും പോകുവാൻ സാധിക്കും. അവിവാഹിതരായവർക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ ഈ സമയം ലഭിക്കും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിലൊക്കെ വഴക്കുണ്ടായേക്കാം. മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റം പ്രണയബന്ധങ്ങളിൽ വ്യക്തതയും ശക്തിയും നൽകും. അതുപോലെ തന്നെ പങ്കാളിയുമായുള്ള ഏകോപനം മെച്ചപ്പെടുന്നതും ആയിരിക്കും. അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം അതുപോലെ തന്നെ പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് വരാനിരിക്കുന്ന വർഷം പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ദുർബലമായിരിക്കും. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് വികാരവും മറ്റും തുറന്നു പ്രകടിപ്പിക്കുക. അങ്ങനെ അവർക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അടുപ്പം വർദ്ധിക്കും. എന്നാൽ മൂന്നാമതൊരാൾ കാരണം ഈ വർഷം നിങ്ങൾ പങ്കാളിയുമായി വഴക്കുണ്ടാക്കിയേക്കാം. രണ്ടുപേരും തമ്മിലുള്ള വിശ്വാസം തകരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്ക് ശേഷം ബുധൻ്റെയും ശുക്രൻ്റെയും സ്വാധീനത്താൽ കാര്യങ്ങൾ മെച്ചപ്പെടും. ഇത് നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ശക്തമാക്കും. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി അതുപോലെ തന്നെ രേവതി. പ്രണയകാര്യത്തിൽ മീനം രാശിക്കാർക്ക് ഈ വർഷം ധാരാളം അവസരങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായി ധാരാളം സമയം ചെലവഴിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കും. ഫെബ്രുവരി മാർച്ച് മാസം ക്ഷമയോടെ ഇരിക്കുക. അനാവശ്യമായ വാക്കുതർക്കങ്ങൾക്ക് പോകരുത്. ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ ചില വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം ബന്ധത്തിൽ ഏറ്റവും മികച്ച സമയമായിരിക്കും ഈ വർഷം പ്രദാനം ചെയ്യുക. പരസ്പരം മനസ്സിലാക്കുകയും
ധാരാളം സമയം ചിലവഴിക്കുവാൻ ഈ കാലയളവിൽ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.